എന്റെ മോനെ കൊന്ന്. ജാതിയുടെ പേര് പിന്നെ അതുപോലെ കറുത്തിരിക്കുന്നു, പിന്നെ എന്തോന്ന് കറുത്തതിനെ വിളിച്ച്, അത് ഇവന് മാത്രമല്ല എല്ലാ കുട്ടികളെയും പറയുന്നു. എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടുള്ള, അതായത് റാം എന്ന് പറയുന്ന സാറ് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടുള്ള ആരും ഈ കോളേജിൽ നിന്ന് പഠിച്ചു കംപ്ലീറ്റ് ചെയ്ത് പോകൂല. നിന്നെ ഞാൻ പുറത്തിട്ടിരുന്നാലും ഞാൻ നിന്നെ തല്ലി കൊന്ന് നേർക്ക് വാടാം. അതായത് ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് ഒരു HOD പറയണത് നേരെ വന്ന് നമുക്ക് തമ്മിലടിച്ച് തീർക്കാം. അങ്ങനെയാണോ ഏതെങ്കിലും ഒരു HOD പറയേണ്ടത്? മരണത്തിലേക്ക് നയിച്ച സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുകയും കുടുംബത്തിന് തക്കതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനും മറ്റും ഇതിനെക്കുറിച്ച് ഈ ഗുരുതരമായ വീഴ്ച മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ട്, ഈ HODയുടെ ഭാഗത്തു നിന്നുണ്ട്. സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് പീഡിപ്പിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ അങ്ങനെ ചെയ്യൂല. അവിടെ ഒരു HOD എന്ന് പറയണ റാം എന്ന് പറയണ ഒരു ഭീകരമുണ്ട്. കുട്ടികളെ മൊത്തത്തിൽ അവൻ കൊല്ലും. അങ്ങനെ എന്റെ മോനെ മാനസികമായി ചതിച്ചു കൊന്നേ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത്. എത്ര പഠിച്ചിരുന്നാലും മാർക്ക് കൊടുക്കൂല. നല്ല രീതിക്ക് കട്ട് ചെയ്യും, C മാർക്ക് കട്ട് ചെയ്യും. ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ HOD എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം 2 ദിവസത്തിന് മുമ്പ് ഒരു മെസ്സേജ് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് സഹോദരിക്ക് അയച്ചു എന്ന് പറയുന്നു. 13-ാം തീയതി 14-ാം തീയതി ആകുമ്പോൾ ഈ കുട്ടി അവിടെ വീട്ടിലെത്തും, ഡെഡ് ബോഡി ആയിട്ടെത്തും. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറ്റക്കാരെ പേര് നടപടിയെടുക്കണം. അതിന് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഒരു പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കുട്ടി, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ്, പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി കുട്ടിയെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഈ പല സ്ഥലത്തും ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി ചെയ്യേണ്ടുന്നത് ഈ കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അത് HOD ആണ് കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ മാനേജ്മെന്റിന്റെ മൗനം, ഇവരുടെ ഫോൺ വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് വയ്ക്കുകയാണ്, തിരിച്ചങ്ങോട്ടൊന്നും ചോദിക്കാൻ. ഇയാളെ പിടിച്ച 1 മണിക്കൂർ ലാസ്റ്റ് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയി വേറൊരു കൊച്ചിനും റീടെസ്റ്റിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞില്ല. ഇവന്റെ അടുത്ത് മാത്രം റീടെസ്റ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അത് ഇന്നായിരുന്നു എക്സാം. 2 ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കൂടെ ഒരുമിച്ച് എഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മകൻ മുകളിൽ നിന്ന് വീണു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയുന്നു. ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ HODയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അവിടെ ഗുരുതരമായിട്ടുള്ള റാഗിങ് നടന്നതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു, ആൺകുട്ടിയായിരുന്നു. ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള അതൊന്നും എത്ര നഷ്ടം അവർക്കൊന്നും ഒരിക്കലും നികത്താൻ കഴിയുന്നതല്ല. കോളേജിൽ ഫസ്റ്റാണ് എക്സാമിന്, പക്ഷെ ആ റാം HOD 10 മാർക്ക് കട്ട് ചെയ്ത് എന്ന് വരെ പറഞ്ഞിട്ട് എന്റെ മോനെ അവരെ കൊല പിടിച്ചില്ലേ. കയ്യങ്കാലം തല്ലി ഒടിച്ച് കിട്ടുന്ന ഞാൻ നോക്കൂലായിരുന്ന, പല്ലൊഴിച്ച് ഒഴിച്ചിട്ട് ഞാൻ നോക്കൂലായിരുന്നു. ഇങ്ങനെ ഈ ചതി ചെയ്യുന്ന എന്നോട് എന്റെ മോനെ കാണാതിരിക്കാൻ പറ്റൂല. എന്റെ കൊച്ചുമോനെ ഞാൻ മുന്തി കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം അവിടെ സംസാരിക്കാം, എല്ലാരും സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാൻ മുന്തി കൊടുത്തിട്ട് അവൻ പറഞ്ഞ സമയത്ത് 13-ാം തീയതി നിന്റെ പാടി ഞാൻ നിന്റെ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞവൻ അവനറിയല്ല, അവ അങ്ങനെ ചെയ്യൂല. അമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അച്ഛനും അതുപോലെ ഞാന് വല്ല കൊടുത്ത അവട്ടമ്മ അമ്മന് കാണിക്കുമ്പോ അവന്റെ
എന്റെ പൊന്നു മാത്രടുത്ത് മരവിച്ചു. ഇന്നലെ 11 മണിയാകുമ്പോ എന്റെ മക്കളെ രണ്ടുപേരും കൂടെ 500 രൂപ അത് വെള്ളം വാങ്ങിച്ച് കുടിച്ചത് തന്നെ. ഇതുവരെ അവൻ വെള്ളം കുടിച്ചില്ല. ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞു തരി. ഞാൻ എന്റെ ഒരു മോനെ അവന് ഞാൻ കൊടുത്തിട്ടിരിക്കണേ, റാമിന് കൊടുത്തിട്ടിരിക്കണേ. റാമിന് അവന്റെ മോടെ ഇറങ്ങിപ്പോൻ എന്റെ മക്കളൊക്കെ എന്തൊരു ചെയ്താ. അയ്യോ, ഒരു പാവപ്പെട്ട ആയതുകൊണ്ട് അവന്റെ പിള്ളേരെയൊക്കെ. പക്ഷേ ഈ കുട്ടിയുടെ ഭാവി, നാളെ ഈ കുട്ടി ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടുന്ന ഒരു കുട്ടിയാണ്, മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്, വളരെയധികം ഉന്നതങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടി വലിയ പ്രതീക്ഷയായിരുന്നു ഈ കുടുംബത്തിൽ. പക്ഷെ എന്നിട്ടും ഇപ്പൊ ആ സ്ഥാപനം പറയുന്നത് അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്കെല്ലാം അറിയുകയും ചെയ്യാം. അവരുടെ അതുപോലെ അവിടുത്തെ പിള്ളേരെല്ലാം പേടിപ്പിച്ചാണ് വെച്ചേക്കുന്നത്. കാര്യം ഈ ഓരോ കമന്റ്സും ഞാൻ ഈ വീഡിയോ ഇത്രയും ഇതിൽ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം പേടിപ്പിച്ചിട്ടാണ് അവര് ഇത് ഒന്നുകിൽ ക്യാഷ് കൊടുത്ത് അവരെ ഇതാക്കും, അല്ലെങ്കിൽ പേടിപ്പിച്ച് ഇതിനൊരു സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി പേടിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ പാലോടുള്ള ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന്റെ ഞാൻ പേര് പറയുന്നില്ല. ആ കൊച്ചിന് എല്ലാ കാര്യങ്ങളും അറിയാം, അവന്റെ A to Z വരെയുള്ള കാര്യങ്ങളും അറിയാം. അതുപോലെ പേട്ടയിലുള്ള ഒരാളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ട്രിവാൻഡ്രത്തുള്ള ആരും എതിരെയല്ല നിൽക്കുന്നത്. കാര്യം അവർക്ക് ഇനി അവിടെ പഠിക്കേണ്ടേ, അവർക്കല്ലല്ലോ നഷ്ടപ്പെട്ടത്, ഞങ്ങൾക്കല്ലേ. ഇപ്പോഴവരൊന്നും പറയുന്നില്ല. വിട്ട് സീനിയർ ആയിട്ടുള്ള പയ്യന്മാര് നല്ല രീതിക്ക് പറ്റ വെട്ടിയാലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ, ക്ലീൻ ഷേവ് ചെയ്താലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ. ഫുൾ കൈ ഷർട്ട് തന്നെ ഇടണം, ഹാഫ് കൈ ഇടാൻ പാടില്ല. റാഗിങ്ങിന്റെ മാരകമായ ഒരു അവസ്ഥ ഫേസ് ചെയ്തു അല്ലേ സഹോദരൻ? നമുക്ക് വ്യക്തമായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ ഈ ആരായിരിക്കും ഇതിന്റെ പിന്നില്? അതല്ല, ഒരു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഫണ്ട് എന്നുള്ള ലോൺ ഉണ്ട്. ആ ലോൺ ഇപ്പം ചില കമന്റുകളിൽ ഞാൻ കണ്ടിട്ടാണ് അത് പറയുന്നത്. ലോൺ ഉണ്ട്. അപ്പോൾ ആ ലോൺ ഞങ്ങളത് പറഞ്ഞായിരുന്നു വിളിച്ച അമ്മയുടെ പേര് ലത, ഇവന്റെ മാമിന്റെ പേര് ലത. അമ്മയുടെ ഇൻകമിങ് കോള് കട്ടായി കിടക്കുന്നു. സാധാരണ അമ്മയാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് ഹാക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ലത മാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല. ലത മാം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊരു മാമാണ്. ഏതോ ഫിസിയോളജി ഏതോ പഠിപ്പിക്കുന്ന ഒരു മാമാണ്. നല്ല അറ്റാച്ച്മെന്റ് ആണ് ഇവനായിട്ട്, നല്ല കൂട്ടാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്ത് നടന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരിൽ ലതയെന്നാണ്. അപ്പോൾ ഈ ആപ്പ് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മുടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കോണ്ടാക്ട് ആയിരിക്കും അവരെടുക്കുന്നത്. അപ്പോഴും അമ്മ പാൻ കാർഡിൽ നിതിൻ ലത രാജൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അമ്മയുടെ ഇൻകമിങ് കോൾ അമ്മ വിളിക്കുമായിരുന്നു. അമ്മയും ചേട്ടനും എല്ലാവരും പറഞ്ഞു ഇത് അടയ്ക്കാം, ഇന്ന് അടയ്ക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് കമന്റ്സിൽ ഒരുപാട് ലോണിന്റെ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പേര് ലതയെന്നാണ്. അമ്മയുടെ ഇൻകമിങ് കോൾ കട്ടായിരുന്നു. അത് ഞങ്ങളത് വിളിച്ച ഹിന്ദിക്കാർ സംസാരിച്ചു, ഞങ്ങൾ അടയ്ക്കാം എന്നുള്ള രീതി. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്താണ് നടന്നത്? ഈ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിന്റെ അതുമായിട്ട് ആ ലോണിന്റെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ല ബ്രദർ പറഞ്ഞിട്ടുണ്ട്? ഇല്ല. കാര്യം അവന്റെ ലോണിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആകെ ഈ ഒരു ലോൺ എടുത്തിട്ടുള്ള. പക്ഷെ ഇവര് 15ന്റെ അത് ഈ ഫ്രോഡുകളാണ്. അതായത് RBIയുടെ കീഴിലല്ല. പക്ഷെ ഇവര് നമ്മളെ കോണ്ടാക്ട് എന്നെ തന്നെ വിളിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചേട്ടനാണ് സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞായിരുന്നു അതിപ്പോ അടയ്ക്കാന്നുള്ളത്. പക്ഷെ ഈ അമ്മ ലത എന്നുള്ളത് ലതാ മാമിനെ വിളിച്ചോ അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അതാണ് ഈ മീഡിയക്ക് മുന്നേ പറയുന്നത്. ഈ ടീച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ HOD പ്രിൻസിപ്പൽ ആരെങ്കിലും ഇതുവരെ ഈ വീട്ടിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും രീതിയിൽ ആശ്വസിപ്പിക്കാൻ? അപ്പൊ അവർ എതിർപക്ഷത്ത് തന്നെയാണ് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താണ് പറ്റിയതെന്നും പോലും ഇത്ര ടൈം നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും മരിച്ചെന്നുള്ളത് ന്യൂസിൽ കണ്ടിട്ടാണ് ഞങ്ങളത് പറയണത്, ഞങ്ങൾ അറിയണത് മരിച്ചു എന്നുള്ളത്. എന്താണ് അവരുടെ ഇത്രയും വ്യക്തിപരമായിട്ടുള്ള ഇത് വന്നിട്ടുള്ളത്. അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷനിലെ പരാതിയെല്ലാം കൊടുത്തു. 3 അധ്യാപകരാണ് എന്റെ പിന്നിലാണ്, ഉൾപ്പെടെ 3 അധ്യാപകരും അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അറിഞ്ഞില്ല. അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്താൽ മതി. ഞങ്ങൾ നോക്കിക്കോളാം, നമുക്കൊരു കുഴപ്പവും ഇല്ല. നമുക്ക് തമ്മിലടിച്ച് തീർക്കാം. അപ്പോഴത്തേക്ക് ഒരുപാട് അന്ന് ഓരോ രീതിക്ക് ഇവൻ പറഞ്ഞ് സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ ഇവൻ്റെ അടുത്ത് എക്സാം റീടെസ്റ്റ് എഴുതിക്കാൻ അത്രയും കുട്ടികൾ. അതിന് മുന്നേ ഇവർ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് പേപ്പറിൽ ശരിയാണ് കാര്യം 2 മാസത്തോളം ഇവിടെ നിന്ന കുട്ടിയാണ്. ആ കുട്ടി ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നിട്ട് പോലും 2 സബ്ജക്റ്റ് പാസ്സായി, 1 സബ്ജക്റ്റാണ് ഫെയിലായത്. പ്രാക്ടിക്കൽ എല്ലാം പാസ്സായിരുന്നു.
ഇവിടെ നിന്നിട്ടും ആ കുട്ടി അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഓഡിയോ ക്ലിപ്പല്ല അവൻ കോൾ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിന് വഴിയിട്ടാണെങ്കിൽ അത് ഫുള്ള് റെക്കോർഡാണ്. എല്ലാം നമുക്കത് തെളിവ് സഹിതം എടുക്കാൻ പറ്റും. പറഞ്ഞിട്ടുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറയുന്ന 1ാം വർഷ BDS വിദ്യാർത്ഥി 3ാമത്തെ നിലയിൽ നിന്നും ചാടി മരിച്ചു, പരിക്ക് പറ്റി അത് മരിച്ചു എന്നുള്ളതാണ് വിവരം വീട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ ദുരൂഹതയാണ് ഈ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ക്രൂരമായ റാഗിങ് അവിടെ കഴിഞ്ഞ കാലത്ത് നടന്നു. കറുത്ത കുട്ടികൾ പോകണം, മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെ വെയിറ്റ് ഇല്ലല്ലോ, തടിച്ചിരിക്കുന്ന കുട്ടികളെ തടി അങ്ങനെ കളിയാക്കും. അത് ഇവന് മാത്രമല്ല അവിടെ എല്ലാ കുട്ടികൾക്കും ഇത് തന്നെയാണ് കാര്യം. ഫസ്റ്റ് ഇയർ എങ്കിലും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വേറെ HOD ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. 2-3 മാസം കൂടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്താണ് നടക്കണേന്ന് അറിഞ്ഞൂടാ. ഇതുവരെ അവിടെ നിന്ന് ഒരു ടീച്ചേഴ്സും ആരും വിളിച്ചിട്ടില്ല. കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്റെ മോനെ കൊന്ന് ഇന്ന് രാവിലെ, ഇന്നലെ ട്രെയിൻ കയറി, ഇന്ന് രാവിലെ ശനിക്കാതെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു വെച്ചു. ഇന്ന് രാവിലെ ഇവിടെ എത്തേണ്ട എന്റെ മോൻ എന്തുകൊണ്ട് വന്നില്ല? അവൻ ആത്മഹത്യ ചെയ്യൂല. ഞങ്ങള് കൂലിവേല ചെയ്ത് കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ച് 2 വർഷം നീറ്റ് എഴുതിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് ഈ മേഖലയിൽ എത്തിച്ചിട്ട് ഞങ്ങൾക്ക് വാടക വീടാണ്, വീട് പോലും ഇല്ല. അച്ഛാ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം എന്നിലൂടെ സാക്ഷാത്കരിക്കും. ഞാൻ ഉണ്ടല്ലോ, ഞാൻ നല്ല പഠിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ പോയി അവിടെ പോയി എന്തിനാ ആത്മഹത്യ ചെയ്യണം? അവനങ്ങനെ വിഷയമുണ്ട് എന്റെ നാട്ടിൽ ചെയ്യാമല്ലോ. ഒരു വിഷയമില്ല അവന്. അയാൾ പേപ്പട്ടിയെന്നും പുഴുത്ത പട്ടിയെന്നും കറുത്ത പട്ടിയെന്നും പിന്നെ അത് കഴിഞ്ഞ് നീ എന്തിനടാ പഠിക്കാൻ വരണത്, നീ എന്തോന്നിന് പഠിക്കാൻ വരണം എന്നുള്ള രീതിക്ക് 1 മണിക്കൂർ ആദ്യം വേറൊരു കൊച്ചിൽ നിന്നായിരുന്നു തുടങ്ങിയത്. ആ ഒരു മുസ്ലിം കൊച്ചായിരുന്നു, നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന് അടിക്കാനായിട്ട് പറഞ്ഞു വേറൊരു കൊച്ചിനെടുത്ത്. അപ്പോൾ ആ കൊച്ചിന് പേടി കാരണം ആൾ അടിച്ചില്ല. പേരെനിക്കറിയത്തില്ല, അടിച്ചില്ല. വീണ്ടും നല്ല ശക്തമായിട്ട് അങ്ങനെ ഇനി ഇപ്പം നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോട്ട് എഴുതിക്കൊണ്ടിരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവന് അന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ. അപ്പൊ ഇവിടെ വീട്ടിൽ വന്നപ്പോ ആ കുട്ടി ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ നിർബന്ധിച്ച് തിരിച്ച് അയക്കുകയാണുണ്ടായത്. പഠിക്കണം മെറിറ്റിൽ ജോലി അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ തിരിച്ചയച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ രക്ഷകർത്താക്കൾ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് എന്റെ മോൻ ജീവിച്ചിരിക്കുമായിരുന്നു. അത്രത്തോളം ക്രൂരമായ റാഗിങ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അവിടുത്തെ HOD ഒരു റാം UP വടക്കേ ഇന്ത്യക്കാരനായ ഒരാൾ, അയാൾ എല്ലാ വിദ്യാർത്ഥികളെയും പീഡിപ്പിക്കുകയും അവരെയൊക്കെ മറ്റേ മാനസികമായി തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്, ഒരു സ്വഭാവമുള്ള ആളാണ് ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ, HOD എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറ്റക്കാരെ പേരിൽ നടപടിയെടുക്കണം. അതിന് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അവൻ അങ്ങനെ ചെയ്യൂല. അവിടെ ഒരു HOD എന്ന് പറയണ റാം എന്ന് പറയണ ഒരു ഭീകരമുണ്ട്. കുട്ടികളെ മൊത്തത്തിൽ അവൻ കൊല്ലും. അങ്ങനെ എന്റെ മോനെ മാനസികമായി ചതിച്ചു കൊന്നേ.